ഇടിമിന്നൽ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുന്നു പറഞ്ഞു. ഇത് എൻ്റെയൊക്കെ വിശ്വാസത്തിൽ വലിയൊരു ചിന്ത ഉണർത്തിയ ഒരു സാധനമാണ് ഈ പറയുന്ന ഒരു ഇളക്കം. അതായത് ഇടിമിന്നൽ അത് നിങ്ങളെ പേടിപ്പിക്കും, അത് നിങ്ങളെ പരീക്ഷണമാണ്, ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിത്രം വരികയാണ്. ഈ മക്ക ഹറം പള്ളിയുടെ പിന്നിൽ ഒരു വലിയൊരു ക്ലോക്ക് ടവറൊക്കെ പണിത് വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു മക്ക ടവറോ അങ്ങനെയാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ ടവറിന് മുകളിലൊരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, രാത്രി ഇങ്ങനെ ഇടിമിന്നൽ അതിൻ്റെ ആ ലൈറ്റ്നിങ് അറസ്റ്ററിലേക്ക് ഇങ്ങനെ വീഴുന്ന ഒരു ചിത്രം. അപ്പോൾ ഞാൻ അന്നിങ്ങനെ ആലോചിച്ചു, ഇതെന്താ ഇപ്പോൾ കഥ? അതായത് അള്ളാഹു ലോകത്തെ എവിടെ ഏതൊക്കെ സ്ഥലത്ത് ശ്രദ്ധ കൊടുത്തില്ലെങ്കിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സ്ഥലം ഏതാണ്? അത് മക്ക പ്രദേശമാണ്, ഹറം പള്ളി. അതിനപ്പുറത്തേക്കൊന്നും ഇല്ലല്ലോ. അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി നമ്മുടെ ഇവിടുത്തെ സ്രാമ്പിയൊക്കെ വരുള്ളൂ. അപ്പോൾ ഈ മക്കയിൽ ഇടിമിന്നൽ പ്രതിരോധിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഇത്ര അധികം ആളുകൾ അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കുന്നു, ഇത്ര അധികം ആളുകൾ അവിടെ നിന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു. എന്നിട്ടും അവിടെ ഇടിമിന്നൽ ബാധിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ലൈറ്റ്നിങ് അറസ്റ്റർ വെച്ചിട്ടേ കാര്യം. അല്ലാതെ ഇടിമിന്നൽ വരുമ്പോൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഇടിമിന്നൽ വന്ന് നമ്മളെയും കൊണ്ട് ഹൂറികളുടെ അടുത്തേക്ക് പോകും.